ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 31ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മെക്സിക്കോ സിറ്റിയിലുള്ള ഗോദലുപ്പെ മാതാവിൻ്റെ ഈ വിശ്വപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. അതിന് ബാക്കിയായിട്ട് ഞാൻ ഈ സെഷൻ കൂടെ നൽകുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഇവിടെയുള്ള ഇടപെടലിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചല്ലോ, കുറച്ചെല്ലാം അറിയാം. പരിശുദ്ധ അമ്മയുടെ വാൻ ഡിയാഗോയുടെ അങ്കിയിൽ പതിഞ്ഞതായ ആ ഒരു ചിത്രം ഡിസംബർ 12-ാം തീയതിയാണ് 1530 സംഭവിക്കുന്നത്. ആ ചിത്രം പരിശുദ്ധ അമ്മയുടെ ഗർഭവതിയായ അവസ്ഥയിലുള്ള ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ 1-2 കൂട്ടരുണ്ട്. അവരുടെയൊക്കെ രീതികളനുസരിച്ച് ഗർഭവതിയായ സ്ത്രീകൾ അണിയുന്ന വസ്ത്രവും അതിൻ്റെതായ രീതികളും കാണിക്കുന്ന അതേ രീതിയിലാണ് ആ ചിത്രം ഈ പറഞ്ഞ വ്യക്തിയുടെ വാൻ ഡിയാഗോയുടെ അങ്കിയിൽ മുദ്രിതമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈശോയുടെ സാന്നിധ്യം ഉള്ളിലുള്ള പരിശുദ്ധ അമ്മ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പുതുച്ചാടന അനുഭവ പാഠങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ പാഠങ്ങൾ പങ്കുവെക്കുമ്പോൾ പൈശാചികമായ ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞു കിട്ടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന അനേക വ്യക്തികളെ സഹായിക്കാണ്ട് പരിശ്രമിക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു വിടുതൽ അവർക്ക് കൊടുക്കാനാണ് സാധിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യം കൊടുക്കുമ്പോഴാണ്. ഈശോയുടെ സാന്നിധ്യം നിലനിൽക്കുന്ന രീതിയിൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് എന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപറ്റി നേരത്തെ പങ്കുവെച്ചിട്ടുമുണ്ട്. പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വിടുതൽ തരാമോ അച്ഛ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് തിന്മ ഇറക്കി വിടാനായിട്ടല്ല അനുഭവങ്ങൾ എനിക്ക് ബോധ്യം കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കാരണം മത്തായി 12, 43, 45 വാക്യങ്ങളിൽ പറയുന്നത് പോലെ അശുദ്ധാത്മാവിനെ അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ ഇറങ്ങിപ്പോകുന്ന വ്യക്തിയെ തൻ്റെ സ്വന്തം ഭവനമായിട്ട് അശുദ്ധാത്മാവ് കാണുന്നു. എന്നിട്ട് തിരിച്ചു കയറാനായിട്ട് നോക്കും. ഈശോ പറയുന്ന കാര്യമാണ്. തിരിച്ചു കയറാനായിട്ട് നോക്കുമ്പോൾ തിരിച്ചു കയറാൻ അവസരം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഈ വ്യക്തിയുടെ ജീവിതം ആളൊഴിഞ്ഞതായിട്ട് കിടക്കുന്നു. ആളൊഴിഞ്ഞെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൻ്റെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന വചന പരാമർശനമാണ് ആളൊഴിഞ്ഞ വീട്. ദൈവത്തിന് സാന്നിധ്യം ഇല്ലാത്ത വ്യക്തികൾ പൈശാചിക സാന്നിധ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കി കിട്ടിയാൽ പോലും ആ അവസ്ഥയിൽ നിലനിൽക്കുകയല്ല. അവരിലേക്ക് ഇറങ്ങിപ്പോയി തിന്മയുടെ അരുവികൾ വീണ്ടും തിരിച്ചു കയറാൻ നോക്കും. അത് കയറാൻ നോക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഒന്നിന് പകരം 7 കൂടെ കൂട്ടിക്കൊണ്ട് വരുന്ന വളരെ ദയനീയമായ അവസ്ഥയുണ്ടാകും. 7 പിശാചുക്കളെന്ന് പറയുന്നത് 7 മൂലപാപങ്ങളുടെ മൂർധന്യ അവസ്ഥയാണെന്ന് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹിഷ്കരണ ശുശ്രൂഷയിൽ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് പൈശസാന്നിധ്യം ഇറങ്ങി പോകുന്നതോടൊപ്പം ആ വ്യക്തിയുടെ ജീവിതങ്ങളിൽ ദൈവസാന്നിധ്യം നിറയുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസാന്നിധ്യം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ കരുത്ത്. ഗബ്രിയേൽ മാലാഖ അമ്മയെ സമാധാന നിയമം പറയുന്നത് നമുക്കറിയാമല്ലോ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് കൂടെയുള്ള വ്യക്തിയാണ് നീ. സംഖ്യ 23:23 യാക്കോബിന് ആവിചാരം ഏൽക്കില്ല, ക്ഷുദ്രപ്രയോഗം ഇസ്രായേലിന് ഫലിക്കുകയില്ല എന്ന് പറയുന്ന ഭാഗത്തും നമ്മൾ കാണുന്നത്. അതിന് കാരണമായിട്ട് ബാലാം പറയുന്നത് അവിടെ ദൈവമായ കർത്താവ് അവിടെ കൂടെയുണ്ട്. ദൈവം കൂടെയുള്ള വ്യക്തിയുടെ മേൽ തിന്മയ്ക്ക് അവകാശമില്ല, സ്വാധീനമില്ല. അപ്പോൾ ദൈവം കൂടെയുള്ളവരായിട്ട് നമ്മൾ മാറണം. അതാണ് ഈശോയുടെ രക്ഷകർ സമൂഹത്തിൻ്റെ മുഴുവൻ ഉദ്ദേശവും. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് പൈശാചികമായ സ്വാധീനത്തിനടിപ്പെട്ട വ്യക്തികൾ ആത്മീയ സഹായം തേടി വരുമ്പോൾ അവിടെ ജീവിതത്തിൽ കയറുന്ന കാര്യം തിന്മകളെ എങ്ങനെ ഇറക്കി വിടുക എന്നുള്ളതല്ല, അതൊരു പകുതി വഴിയാകുന്നുള്ളൂ. അവരെ ഇറക്കി വിട്ടതിന് ശേഷം തൽസ്ഥാനത്ത് ദൈവിക ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മർമ്മം പ്രധാനമാണ്. അതാണ് ഇവിടെ ഗോദലുപ്പെ മാതാവ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. അമ്മ ഗർഭവതിയായ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഡിസംബർ 12-ാം തീയതി ഈശോയുടെ പിറവിയുടെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഗർഭവതിയായ അമ്മ, നാം ഓരോരുത്തരും ആ അമ്മയെപ്പോലെ ഈശോയുടെ സാന്നിധ്യമുള്ള അവസ്ഥയിൽ ഈശോയെ കൊണ്ട് നിറഞ്ഞ അവസ്ഥ ജീവിക്കുമ്പോഴാണ് തിന്മയുടെ അരുവികൾക്ക് നമ്മിലേക്ക് ഒരിക്കലും അടുത്തു വരാൻ പറ്റാത്ത, ഇറങ്ങിപ്പോയി തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. ഈ ഒരു വലിയ സന്ദേശവും ഇവിടെ ഈ ഗോദലുപ്പെ മാതാവ് നമുക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവിടെ നൽകുന്നതായ ഈ ഒരു വലിയ മാതൃക
നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ രീതിയിൽ വിശുദ്ധ അമ്മയെപ്പോലെ കൃപ നിറഞ്ഞ അവസ്ഥ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം കുർബാന സ്വീകരണം വഴി നമ്മിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമുക്ക് ആ സംരക്ഷണം സ്ഥിരമായ രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാര്യം നമുക്ക് ഓർമ്മിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും പരിശുദ്ധ മാധ്യസ്ഥം വഴി നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.